നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 വ്യാഴമാറ്റം കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം പൂയം ആയില്യം. കർക്കിടകം രാശിയിൽ ജനിച്ച ജാതകർക്ക് 6ാം ഭാവാധിപനും 9ാം ഭാവാധിപനുമായ വ്യാഴം 2026 ഗോചരപ്രകാരം 12ാം ഭാവത്തിൽ നിന്ന് ജന്മരാശിയിലേക്ക് പ്രവേശിക്കുന്നു. ജന്മരാശിയിൽ വ്യാഴം തന്റെ ഉച്ചസ്ഥിതിയിൽ സഞ്ചരിക്കുന്നു. സുപ്രധാനമായ കാലഘട്ടമാണിത്. ജന്മവ്യാഴം പൊതുവെ ദോഷപ്രദമാണെന്ന ജ്യോതിഷ നിയമങ്ങളുണ്ടെങ്കിലും ഇവിടെ വ്യാഴം സ്വന്തം ഉച്ചരാശിയിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ദോഷഫലങ്ങൾ പരിമിതപ്പെടുകയും വലിയ തോതിലുള്ള ഗുണാനുഭവങ്ങൾ ലഭ്യമാകുകയും ചെയ്യും. ജന്മരാശിയിൽ നിന്നുകൊണ്ട് വ്യാഴം 5, 7, 9 ഭാവങ്ങളിലേക്ക് പൂർണ്ണ ശുഭദൃഷ്ടി പതിപ്പിക്കുന്നത് ജാതകർക്ക് അതീവ പ്രയോജനകരമായി ഭവിക്കും. 9ാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്ന ഭാഗ്യ ശനിക്കാലമാണെങ്കിലും ജന്മത്തിലെ വ്യാഴത്തിന്റെ ബലം പ്രതിസന്ധികളെ മറികടക്കാൻ സഹായിക്കും. ജീവിതത്തിൽ പല പുതിയ തിരിച്ചറിവുകളും ഉണ്ടാകുന്ന സമയമാണിത്. ചിന്താശേഷിയും വിവേകവും ഉണരുന്നതിനൊപ്പം സമൂഹത്തിൽ മാന്യതയും പ്രശസ്തിക്കും വർദ്ധിക്കാനും ഈ ഗോചരം വഴിതെളിക്കും. സാമാന്യ ഫലം. ഗ്രഹനില. ജന്മരാശിയിലെ വ്യാഴത്തിന്റെ ഉച്ചസ്ഥിതിയും 5, 7, 9 ഭാവങ്ങളിലേക്കുള്ള അമൃതദൃഷ്ടിയും ജീവിതത്തിൽ പുതിയൊരു ഉണർവ് സമ്മാനിക്കും. ജന്മവ്യാഴത്തിന്റെ പൊതുവായ ദോഷങ്ങളെ ഉച്ചബലം കൊണ്ട് മറികടക്കാൻ ജാതകർക്ക് സാധിക്കും. ഭാഗ്യശനി തുടരുന്ന പശ്ചാത്തലത്തിൽ വ്യാഴത്തിന്റെ അനുഗ്രഹവും കൂടിച്ചേരുന്നതോടെ ചിന്താശേഷിയും വിവേകവും വർദ്ധിക്കുകയും സമൂഹത്തിൽ വലിയ അംഗീകാരവും പ്രശസ്തിയും കൈവരുകയും ചെയ്യും. തൊഴിലും ധനസ്ഥിതിയും തൊഴിൽപരമായും സാമ്പത്തികമായും സമ്മിശ്രവും എന്നാൽ പുരോഗതി ദൃശ്യമാകുന്നതുമായ സാഹചര്യങ്ങളായിരിക്കും നിലനിൽക്കുക. ജോലിയിലും അധികാരപ്രാപ്തിയുള്ള തസ്തികകളിലും പ്രവേശിക്കാൻ തക്കവണ്ണം അനുകൂലമായ മാറ്റങ്ങൾ തൊഴിൽ രംഗത്തുണ്ടാകും. ഇരിക്കുന്ന ജോലിയിൽ ചിലർക്ക് സ്ഥലമാറ്റമോ സ്ഥാന ചലനങ്ങളോ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ നിലവിലെ ജോലി പൂർണ്ണമായ സുരക്ഷിതത്വം ഉറപ്പാക്കാതെ ഉപേക്ഷിക്കാതിരിക്കാൻ ജാഗ്രത പുലർത്തണം. ദൂരദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് അടുത്ത പ്രദേശങ്ങളിലേക്കുള്ള മാറ്റത്തിന് ചെറിയ തോതിൽ കാലതാമസം നേരിട്ടേക്കാം. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഒറ്റയ്ക്കായാലും പങ്കാളിത്തത്തോടെയായാലും തരക്കേടില്ലാത്ത വളർച്ചയും പുതിയ നിക്ഷേപങ്ങൾക്കുള്ള അവസരങ്ങളും വന്നുചേരും. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ സാധിക്കും. വിദേശ ബന്ധങ്ങൾ വഴി സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും വരവിൽ കവിഞ്ഞ ചെലവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ ധനകാര്യങ്ങളിൽ കൃത്യമായ ആസൂത്രണം ആവശ്യമാണ്. കുടുംബവും ബന്ധങ്ങളും കുടുംബജീവിതത്തിൽ വളരെ ഊഷ്മളവും സമാധാനപരവുമായ അന്തരീക്ഷം നിലനിൽക്കും. ദാമ്പത്യ ബന്ധങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കപ്പെടുകയും അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതികൾ പരസ്പരം ഒന്നിക്കുകയും ചെയ്യും. അവിവാഹിതരായ ജാതകരുടെ വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകുകയും പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് വിജയകരമായി എത്തിച്ചേരുകയും ചെയ്യും. സന്താനഭാഗ്യമില്ലാതെ വിഷമിച്ചിരുന്ന ദമ്പതികൾക്ക് അനുയോജ്യമായ ചികിത്സകളിലൂടെ സൽസന്താന പ്രാപ്തി കൈവരാൻ യോഗമുള്ള സമയമാണിത്. മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം, പുതിയ ജോലി എന്നിവയിലൂടെ കുടുംബത്തിൽ വലിയ സന്തോഷവും ആശ്വാസവും കൈവരും. പിതാവിൽ നിന്നോ പിതൃബന്ധുക്കളിൽ നിന്നോ ആവശ്യമായ സഹായ സഹകരണങ്ങൾ ലഭിക്കും. ഗ്രഹത്തിൽ ദാനധർമ്മങ്ങൾ, ഹവനങ്ങൾ തുടങ്ങിയ പുണ്യകർമ്മങ്ങൾ നടക്കാനും അതുവഴി ബന്ധുജനങ്ങളുടെയും സജ്ജനങ്ങളുടെയും കൂട്ടായ്മകൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ആരോഗ്യവും മാനസികാവസ്ഥയും ശാരീരിക ആരോഗ്യത്തിന്റെ കാര്യത്തിൽ വലിയ പുരോഗതി ഈ കാലയളവിൽ പ്രകടമാകും. ദീർഘനാളായി അലട്ടിക്കൊണ്ടിരുന്ന രോഗാവസ്ഥകൾക്ക് ശരിയായ ചികിത്സകളിലൂടെ ശാശ്വതമായ ആശ്വാസവും ആയുസ്സും ആരോഗ്യവും കൈവരും. മുഖപ്രസാദവും ശരീരത്തിന് പുതിയ തിളക്കവും വ്യക്തിത്വ വികാസവും അനുഭവപ്പെടും. തീരുമാനങ്ങൾ എടുക്കുന്നതിലുള്ള കൃത്യതയും മാനസിക ധൈര്യവും വർദ്ധിക്കും. എന്നാൽ ചില സന്ദർഭങ്ങളിൽ കാര്യങ്ങൾ മന്ദഗതിയിലാകുന്നത് മൂലം ചെറിയ തോതിൽ മാനസിക ക്ലേശങ്ങളോ കഷ്ടപ്പാടുകളോ അനുഭവപ്പെട്ടേക്കാം. പിതാവിന്റെ ആരോഗ്യകാര്യങ്ങളിൽ അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ആത്മീയ ചിന്തകളും ഈശ്വരവിശ്വാസവും മനസ്സിൽ വേരുറപ്പിക്കുന്നതിനാൽ പ്രതിസന്ധികളെ ശാന്തതയോടെ നേരിടാനുള്ള മാനസികാവസ്ഥ ജാതകർക്ക് കൈവരുന്നതാണ്. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ജന്മരാശിയിൽ വ്യാഴം ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നതിനാൽ കാര്യങ്ങൾ അനുകൂലമാകുമെങ്കിലും ചില പ്രവൃത്തികൾ മന്ദഗതിയിലാകാൻ സാധ്യതയുള്ളതിനാൽ ക്ഷമയോടെ കാത്തിരിക്കാൻ ജാതകർ ശീലിക്കേണ്ടതുണ്ട്. വരവിനേക്കാൾ കൂടുതൽ ചെലവുകൾ വരാൻ സാധ്യതയുള്ളതിനാൽ അനാവശ്യമായ ആഡംബരങ്ങളും ധൂർത്തും കർശനമായി നിയന്ത്രിക്കണം. കോടതി വ്യവഹാരങ്ങളിലോ നിയമപരമായ കേസുകളിലോ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അനുകൂലമായ വിധി സമ്പാദിക്കാൻ സാധിക്കുമെങ്കിലും അനാവശ്യമായ തർക്കങ്ങളിൽ നിന്നും വ്യവഹാരങ്ങളിൽ നിന്നും സ്വയം മാറി നിൽക്കാൻ ശ്രദ്ധിക്കണം. ഗുരുക്കന്മാരുടെയും മുതിർന്നവരുടെയും അനുഗ്രഹാശിസ്സുകൾ എപ്പോഴും നിലനിർത്താൻ തക്കവണ്ണം പെരുമാറ്റത്തിൽ വിനയം സൂക്ഷിക്കേണ്ടതാണ്. ശനി 9ാം ഭാവത്തിൽ തുടരുന്നതിനാൽ ഈശ്വരാനുകൂല്യം വർദ്ധിപ്പിക്കുന്നതിനായി കൃത്യമായ പ്രാർത്ഥനകളും വഴിപാടുകളും അനുഷ്ഠിക്കുന്നത് ദോഷപരിഹാരത്തിന് ഉത്തമമായിരിക്കും. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212